നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. മെയിൽ എന്തായാലും നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് അൺഒഫീഷ്യലായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണ്, 1857 റിവോൾട്ട് ലീഡേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്ന് മാത്രമല്ല എല്ലാ എക്സാമുകൾക്കും ഇത് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം എല്ലാവരും. അതുകൊണ്ട് നമുക്ക് നോക്കിയാലോ. ഭരത്പൂരിൽ ആരായിരുന്നു നേതൃത്വം കൊടുത്തത്? മംഗൾ പാണ്ഡെ. ഭരത്പൂരിൽ മംഗൾ പാണ്ഡെ. ഝാൻസി എളുപ്പം പഠിക്കാവുന്ന കാര്യമല്ലേ. ഝാൻസി റാണി ലക്ഷ്മിബായി. പിന്നെ ഗോളിയാറിൽ താന്തിയ തോപ്പി എൻ്റെ റാണി ലക്ഷ്മി. മിഡിൽ ഇന്ത്യയിൽ ആരായിരുന്നു? ഝാൻസി റാണി തന്നെയായിരുന്നു കേട്ടോ. ബന്ദൽഖണ്ഡ് ഝാൻസി റാണി. ഡൽഹി ബഹദൂർ ഷാ സെക്കൻഡ് ആൻഡ് ഹിസ് കമാൻഡർ ജനറൽ ഭഗത് ഖാൻ. ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡും കമാൻഡർ ജനറലായിട്ടുള്ള ഭഗത് ഖാനുമായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. കാൺപൂരിൽ എന്തായിരുന്നു? നാനാ സാഹിബും അദ്ദേഹത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫായിട്ടുള്ള താന്തിയ തോപ്പി ആയിരുന്നു കാൺപൂരിൽ നേതൃത്വം കൊടുത്തിരുന്നത്. ലക്നോ ഓർ ഔദ്. ലക്നോയിൽ ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു 1857 റിവോൾട്ടിന് നേതൃത്വം കൊടുത്തിരുന്നത്. നമുക്കറിയാലോ 1857 റിവോൾട്ടാണ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് അല്ലേ. ആഗ്രയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ഫൈസാബാദിൽ നേതൃത്വം കൊടുത്തത് മൗലവി അഹമ്മദുള്ള എവിടെയായിരുന്നു? ഫൈസാബാദ്. ബറേലി ബഹദൂർ ഖാൻ. ആറ ബീഹാർ ജഗദീഷ്പൂർ കൻവർ സിംഗ്. ABJ അല്ലേ. APJ എന്ന് പകരം APJ അബ്ദുൽ കലാമിനെ കുറിച്ച് നമുക്ക് APJ എന്നല്ലേ നമ്മൾ പറയണത്. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക? പിക്ക് പകരം B കൊടുക്കുക. അപ്പോൾ ABJK. അപ്പോൾ ABJK എന്ന് പറഞ്ഞാൽ ആര ബീഹാർ കൻവർ സിംഗ്. ബീഹാർ ജഗദീഷ്പൂർ കൻവർ സിംഗ്. പിന്നെ ആസാമിൽ ആരായിരുന്നു? മണിറാം. മീററ്റിൽ ഗദം സിംഗ്. മധുരൈ ദേവി സിംഗ്. അലഹബാദ് ലിയാഖത്ത് അലി. ബനാറസ് ലിയാഖത്ത് അലി. ബേണ്ട നവാബ് അലി. സാമ്പൽപൂർ സുരേന്ദ്ര സായ്. ഹരിയാനയിൽ ആരായിരുന്നു നേതൃത്വം കൊടുത്തത്? റാഴ തുലാറാം. ബറോട്ട് പർഖാന ഷാമാൾ. മുറാദാബാദ് അബ്ദുൽ അലി ഖാൻ. മണ്ടോസോർ ഫിറോസ് ഷാ. രാജസ്ഥാൻ കോട്ട ജയ് ദയാൽ ഹർദയാൽ.